ഇന്ന് എനിക്ക് കുറച്ച് മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു അച്ചാറിടാമെന്ന്. അപ്പോൾ ഞാനൊന്ന് കടിച്ച് നോക്കിയപ്പോൾ എൻ്റെ ഭയങ്കര പുളിപ്പാണ്. അപ്പോൾ ഇത് അച്ചാറിടാൻ ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് കുനുകുനാന്ന് എല്ലാം ഒന്ന് അരിഞ്ഞെടുത്ത്, ഈ മാങ്ങയെ അരിഞ്ഞെടുത്ത് അതിലോട്ട് കുറച്ച് നല്ല രീതിക്ക് ഉപ്പിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് കുറച്ച് കായമാണ് ഇതിലോട്ട് തട്ടി കൊടുക്കുന്നത്. കായം എന്ന് പറഞ്ഞാൽ LGയുടെ ഒരു കായമാണ്. ഈ കട്ട കായം ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ ഇതേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇതിട്ടൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഇതൊന്ന് സെറ്റാണ്, അതിനുവേണ്ടി ഒന്ന് മൂടി വെച്ചിട്ട് ഒരു ദിവസം അങ്ങനെ വെച്ചിരിക്കാം. അങ്ങനെ നെക്സ്റ്റ് ഡേ ഞാൻ എടുത്ത് നോക്കിയപ്പോഴത്തേനും മാങ്ങ നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. നല്ല ഉപ്പും കായമൊക്കെ പിടിച്ചിട്ട് നല്ല പുളിപ്പും നല്ല പുളിയുള്ള മാങ്ങയാണ്. അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് മുളക് പൊടി അങ്ങ് എടുത്ത് തട്ടി, കുറച്ച് കൂടുതൽ അധിക എരിവ് വേണമെന്നുള്ളൊരിതാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് കുറച്ച് നല്ലോണം മുളക് പൊടി അങ്ങ് തട്ടി, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, ഇത് രണ്ടും കൂടിയിട്ട് നല്ലോണം ഈ മാങ്ങയിലിട്ടൊന്ന് മിക്സ് ചെയ്തു. കടുക് വറുക്കുമ്പോൾ മാങ്ങ ഇടാൻ പാടില്ല, അതുകൊണ്ട് മാത്രമാണ് സെപ്പറേറ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നത്. പിന്നെ കുറച്ച് ചീനച്ചട്ടി ചൂടായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു. പിന്നെ അതിലോട്ട് അടുത്ത് കുറച്ച് നല്ല ചൂടായതിന് ശേഷം അതിലോട്ട് കുറച്ച് ചേർക്കുന്നത് കടുകാണ്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവയെ നല്ലോണം മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കാഞ്ഞമുളകും കൂടെ ഇട്ട് നല്ലോണം വറുത്തെടുക്കുക. പിന്നെ ഞാൻ ചേർത്തത് കുറച്ച് വെളുത്തുള്ളി ചതച്ചതാണ്. വെളുത്തുള്ളി നല്ല മാങ്ങയിൽ കിടന്ന് കടിച്ച് തിന്നാൻ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് അതിലോട്ടിട്ട്. പിന്നെ ഗ്യാസ്ട്രിക് പ്രോബ്ലം എല്ലാം നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വെളുത്തുള്ളി എല്ലാത്തിലും ഒന്ന് യൂസ് ചെയ്യാം, നല്ലതാണ്. ഇതൊന്ന് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വന്നതിന് ശേഷം ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയിലോട്ട് ഇതെടുത്തങ്ങോട്ട് തട്ടുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കണം. എല്ലായിടവും എണ്ണയും അതിൻ്റെ ഇതെല്ലാം പോകുന്നവരേക്ക് നല്ലോണം ഒന്ന് കൂട്ടി കുഴച്ച് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇപ്പോഴേ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ആ കായത്തിൻ്റെ ഒരു മണം കൂടുതലൊന്നും അധികമായിട്ട് നിൽക്കുന്നുണ്ട് ഇതിൽ. നല്ല ടേസ്റ്റാണ്. ഈ ഒരു അച്ചാറുണ്ടെങ്കിൽ പിന്നെ രാവിലെ ചോറ് കിട്ടാനൊക്കെ എളുപ്പമാണ്. പിന്നെ എന്തെങ്കിലും ഒരു കറി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നല്ല ടേസ്റ്റ്, നല്ല എരിവും പുളിയും ഒക്കെ ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു കണക്കിലെത്തിയിട്ടുണ്ട്. ഇനി ഇതിനൊരു ബോട്ടിലാക്കി സൂക്ഷിച്ച് വയ്ക്കാം. എളുപ്പത്തിൽ ഒരു അച്ചാർ റെഡിയാക്കാൻ ഈസിയാണ്.